കേരള സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്തേക്ക് എസ്എഫ്ഐയുടെ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. വിദ്യാർത്ഥികൾ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ KTU യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. KTUവിൻ്റെ താൽക്കാലിക VC ആയി ഡോക്ടർ K ശിവപ്രസാദിനെ നിയമിച്ച ഗവർണറുടെ നടപടി അംഗീകരിക്കാൻ കഴിയില്ല, ഗവർണറുടെ നോമിനി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KTU ആസ്ഥാനത്തേക്ക് എസ്എഫ്ഐയുടെ പ്രകടനം നടത്തുന്നത്. സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഗവർണറുടെ ഏകപക്ഷീയമായ നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് എസ്എഫ്ഐയുടെ വിദ്യാർത്ഥികൾ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശങ്ങൾ പാടെ അവഗണിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തനിക്കിഷ്ടമുള്ള ആളെ താൽക്കാലിക VC ആയി നിയമിച്ചത്. ഇത് നിയമപ്രകാരം തെറ്റാണ് എന്നുള്ളതും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതുമാണ് എസ്എഫ്ഐയുടെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ താൽക്കാലിക VC ഡോക്ടർ K ശിവപ്രസാദ് തൽസ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് കേരള സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത്. വിദ്യാർത്ഥികൾ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് ക്യാമ്പസിനുള്ളിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. മുൻപ് തന്നെ എസ്എഫ്ഐ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. വൈസ് ചാൻസലർ താൽക്കാലിക VC രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും വിദ്യാർത്ഥികൾ പിന്മാറുന്നില്ല. അവർ ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന് അതിശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. പോലീസിൻ്റെ വലിയ നിര തന്നെ വിദ്യാർത്ഥികളെ പ്രതിരോധിക്കാൻ ക്യാമ്പസിനുള്ളിൽ നിൽക്കുന്ന ഒരു കാഴ്ച. പക്ഷേ അതുകൊണ്ടൊന്നും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിശക്തമായ പ്രതിഷേധത്തിലാണ് എസ്എഫ്ഐയുടെ പ്രവർത്തകർ. സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക VC ഡോക്ടർ K ശിവപ്രസാദ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. കഴിഞ്ഞ എത്രയോ നാളുകളായി സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഗവർണറുടെ ഏകപക്ഷീയമായ നടപടികൾ കൊണ്ട് തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്. സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. എന്നിട്ടും തൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി താൽക്കാലിക നിയമനം നടത്തുകയാണ്. സർക്കാർ നൽകിയ പാനലിൽ നിന്ന് ഒരാളെ പോലും പരിഗണിക്കാതെ തനിക്കിഷ്ടമുള്ള ആൾക്കാരെ വീണ്ടും വൈസ് ചാൻസലറായി വെക്കുന്ന ഗവർണറുടെ സമീപനത്തിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധമാണ് എസ്എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. ഈ ഗവർണറുടെ ഏകപക്ഷീയ നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് എസ്എഫ്ഐയുടെ പ്രവർത്തകർ എത്തുകയാണ്. ഇതുവരെ എസ്എഫ്ഐ ഈ രീതിയിലൊരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നിരുന്നില്ല. പക്ഷേ ഗവർണറുടെ ഏകപക്ഷീയ നടപടികളും അതനുസരിച്ചുള്ള താൽക്കാലിക VCയുടെ നടപടികളും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എസ്എഫ്ഐ പ്രഖ്യാപിക്കുകയാണ്. സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് എസ്എഫ്ഐയുടെ പ്രവർത്തകർ കടന്നു ചെന്ന് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. സാങ്കേതിക സർവകലാശാലയുടെ പ്രവർത്തനം ആകെ സ്തംഭിക്കുന്ന സാഹചര്യമാണുള്ളത്. വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പോലും പണം അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് സർവകലാശാലയുടെ അവസ്ഥ മാറിയിരിക്കുന്നു. ഗവർണർ ഏകപക്ഷീയമായി നടത്തുന്ന രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള നിയമനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള എസ്എഫ്ഐയുടെ പ്രഖ്യാപനമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ എത്രയോ ദിവസമായി എസ്എഫ്ഐ ആവശ്യപ്പെടുന്നതാണ് ഇത്തരത്തിൽ താൽക്കാലിക VCയെ നിയമിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല, ശിവപ്രസാദ് തൽസ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം. സാങ്കേതിക സർവകലാശാലയിൽ മാത്രമല്ല ഡിജിറ്റൽ സർവകലാശാലയിലും സമാനമായ സാഹചര്യം തന്നെയാണ്. സർക്കാർ നൽകിയ പാനലിൽ നിന്ന് പുറത്തു നിന്നുള്ള നിയമനങ്ങൾ അംഗീകരിക്കുക എന്നത് കഴിയില്ല എന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ട് പോലും തൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഡോക്ടർ ശിവപ്രസാദിനെയും CC തോമസിനെയും നിയമിക്കുകയാണ് ഗവർണർ ചെയ്തത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ഇത് നിയമവിരുദ്ധമാണെന്നുള്ളതാണ് എസ്എഫ്ഐയുടെ പ്രഖ്യാപനം. തൽസ്ഥാനം രാജിവെച്ച് 2 വൈസ് ചാൻസലർമാരും പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ്എഫ്ഐയുടെ വലിയ പ്രതിഷേധ സമരം ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിലേക്ക് നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ടും വിദ്യാർത്ഥികൾ പിന്തിരിഞ്ഞില്ല. ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന് തങ്ങളുടെ പ്രതിഷേധം ശക്തമായി തന്നെ രേഖപ്പെടുത്തുകയാണ് എസ്എഫ്ഐയുടെ പ്രവർത്തകർ. സാങ്കേതിക സർവകലാശാല VC രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും നിയമപ്രകാരം നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ്എഫ്ഐയുടെ ശക്തമായ പ്രതിഷേധം
സർവകലാശാല ആസ്ഥാനത്തേക്ക് നടക്കുന്നത്. വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, ഗേറ്റുകൾ അടച്ചിട്ടു. പക്ഷേ അതുകൊണ്ടൊന്നും വിദ്യാർത്ഥികൾ പിന്മാറിയില്ല. അവർ ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. താൽക്കാലിക VC ഡോക്ടർ കെ ശിവപ്രസാദ് രാജിവെക്കുന്നതിൽ ഒന്നുകൊണ്ടും തങ്ങൾ പിന്തിരിയില്ല എന്നുള്ള പ്രഖ്യാപനമാണിപ്പോൾ SFIയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന് വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. എല്ലാ നിയമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നടത്തിയ നിയമനം അംഗീകരിക്കില്ല എന്നുള്ള SFIയുടെ ശക്തമായ പ്രഖ്യാപനമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിലും വിദ്യാർത്ഥികൾ പിന്തിരിഞ്ഞില്ല. അവർ ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന് വൈസ് ചാൻസലറോടുള്ള തങ്ങളുടെ എതിർപ്പ് പ്രഖ്യാപിക്കുകയാണ്. നിലവിലുള്ള വൈസ് ചാൻസലറെ പിരിച്ചുവിട്ട് സ്ഥിരം VCയെ നിയമിക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് SFIയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, തടയാൻ ശ്രമിച്ചു. പക്ഷേ അവർ പിന്തിരിഞ്ഞില്ല. ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നോമിനിയായിട്ടുള്ള ഡോക്ടർ കെ ശിവപ്രസാദിനെതിരായ പ്രതിഷേധം SFI പ്രകടിപ്പിക്കുകയാണ്. ഇനി ഒരു കാരണവശാലും ക്യാമ്പസിനുള്ളിലേക്ക് കടക്കാൻ VCയെ അനുവദിക്കില്ലെന്ന് SFI പ്രഖ്യാപിക്കുകയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ VCക്ക് ധാർമ്മികമായും നിയമപരമായും അവകാശമില്ലെന്നുള്ള SFIയുടെ പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്.